പഞ്ചായത്ത് അംഗത്തിന് ക്രൂരമർദ്ദനം. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 17-ാം വാർഡംഗം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ചുള്ള പഞ്ചായത്ത് രാജ് ഓംബുഡ്സ്മാന്റെ കണ്ടെത്തൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനാണ് പഞ്ചായത്ത് അംഗമായ സാജൻ എബ്രഹാമിനെ CPIM പഞ്ചായത്ത് മെമ്പർമാരും CPM പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചത്. ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അഴിമതി ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് കമ്മിറ്റികളിൽ കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു 1.5 മാസം മുമ്പാണ് ഓംബുഡ്സ്മാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പുറത്ത് അന്വേഷണം നടത്തുകയും 2 കോടിയോളം രൂപയുടെ ഒരു അഴിമതി ഓംബുഡ്സ്മാൻ കണ്ടെത്തുകയും അതിനുള്ള പഞ്ചായത്ത് കമ്മിറ്റിയോട് തന്നെ ഈ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഇതിനെക്കുറിച്ച് ഒരു നടപടിയോ ഒരു പ്രവർത്തനമോ ഒന്നും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഇത് ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു ലെറ്റർ ഹെഡിൽ എഴുതിക്കൊണ്ട് അജണ്ടയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കൊടുത്തിരുന്നു. ഈ അഴിമതിയെക്കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഈ 7-ാം തീയതി നടന്ന കമ്മിറ്റിക്കകത്ത് അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയില്ല. അപ്പം പഞ്ചായത്ത് അംഗം എന്ന നിലയിലും ഈ അഴിമതിയുടെ ഇത്രയും വലിയ ഭീകരമായ അവസ്ഥയിലും മനസ്സിലാകുന്നത് കൊണ്ട് നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്യാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചത് ഭരണപക്ഷത്തെ മെമ്പർമാർക്ക് പിടിച്ചില്ല. അവരാണ് ഇതിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ക്ഷുഭിതരാകുകയും ആക്രോശിക്കുകയും നമ്മളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറുകയും വളഞ്ഞിട്ട് ചവിട്ടുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ മാറിയത്. ഇത് ഭീകരമായൊരവസ്ഥയാണ്. അത് കൂടാതെ തന്നെ പുറത്ത് പാർട്ടിയുടെ ഒരു ഗുണ്ടകളായ കുറേ ആൾക്കാർ പാർട്ടിയുടെ ഉണ്ട്. അവരും ഇതുപോലെ തന്നെ പുറത്തേക്ക് ഈ അകത്തു നിന്ന് മെമ്പർമാർ CPM മെമ്പർമാർ പിടിച്ച് പുറത്തേക്ക് തള്ളുകയും താഴേക്ക് ചവിട്ടുകയും ചെയ്യുമ്പോൾ അവരും കൂടെ ഇതിനകത്ത് പങ്കാളികളായി അവരും നമ്മളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെയും ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അക്രമി സംഘം അവിടെയും നമ്മൾ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എന്തൊക്കെ സംഭവിച്ചാലും കൊള്ളാം, ഈ അഴിമതി കണ്ടെത്തിയേ പറ്റൂ. ഈ അഴിമതിക്കാരെ തുറങ്കിലടച്ചേ പറ്റത്തുള്ളൂ. പാവപ്പെട്ട തൊഴിലാളികൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ പോലും കൃത്യമായി നൽകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പഞ്ചായത്ത് പോവുകയാണ്. അവർ ചെയ്ത വർക്കറിൻ്റെ കാശ് പോലും ആട്ടിൻകൂടും പശുത്വത്തിൻ്റെ കാശ് പോലും അവർക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക. അപ്പോൾ ഇത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. ഇത് ശക്തമായ ഒരു നിലപാടുമായിട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി മരണം സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അതിന് അഴിമതിക്കാരെ തുറങ്കിലടക്കണം. അതാണ് ആവശ്യം ഇതിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്.